എഡ്യൂക്കേഷൻ അക്കാദമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കേരള PSCയുടെ വരുന്ന പരീക്ഷയ്ക്കായിട്ട് തയ്യാറാക്കിയ പ്രധാനപ്പെട്ട 50 ചോദ്യങ്ങളുടെ ഒരു മോക്ക് ടെസ്റ്റാണ് ഈ വീഡിയോയിൽ. ചോദ്യങ്ങളിലേക്ക് കടക്കാം. സിനിമാ രംഗത്തെ ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന അവാർഡ്. സിനിമാ രംഗത്തെ ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന അവാർഡ്. ഓപ്ഷൻ ഡി ദാദാ സാഹിബ് ഫാൽക്കെ. ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡാണ് സിനിമാ രംഗത്തെ ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന അവാർഡ്. കുറ്റ്യാടി ജലവൈദ്യുത പദ്ധതി ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? കുറ്റ്യാടി ജലവൈദ്യുത പദ്ധതി ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻ സി കോഴിക്കോട്. കുറ്റ്യാടി ജലവൈദ്യുത പദ്ധതി കോഴിക്കോട് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. പക്ഷികളെക്കുറിച്ചുള്ള പഠനശാഖ. പക്ഷികളെക്കുറിച്ചുള്ള പഠനശാഖ. ഓപ്ഷൻ എ ഓർണിത്തോളജി. ഓർണിത്തോളജിയാണ് പക്ഷികളെക്കുറിച്ചുള്ള പഠനശാഖ. ആറ്റം ബോംബിൻ്റെ പിതാവ്. ആറ്റം ബോംബിൻ്റെ പിതാവ്. ഓപ്ഷൻ ഡി റോബർട്ട് ഓപ്പൻഹൈമർ. റോബർട്ട് ഓപ്പൻഹൈമറാണ് ആറ്റം ബോംബിൻ്റെ പിതാവ്. മുട്ടത്തോട് നിർമ്മിച്ചിരിക്കുന്ന വസ്തു ഏത്? മുട്ടത്തോട് നിർമ്മിച്ചിരിക്കുന്ന വസ്തു ഏത്? ഓപ്ഷൻ എ കാൽസ്യം കാർബണേറ്റ്. മുട്ടത്തോടിൽ അടങ്ങിയിരിക്കുന്നത് കാൽസ്യം കാർബണേറ്റ് ആണ്. ശ്രീനാരായണ ധർമ്മപരിപാലന യോഗം സ്ഥാപിതമായ വർഷമേത്? ശ്രീനാരായണ ധർമ്മപരിപാലന യോഗം സ്ഥാപിതമായ വർഷം ഏത്? ഓപ്ഷൻ സി 1903. 1903 ശ്രീനാരായണ ധർമ്മപരിപാലന യോഗം സ്ഥാപിതമായത്. ഇന്ത്യയുടെ ആദ്യത്തെ സൈബർ ഫോറൻസിക് ലാബോറട്ടറി എവിടെയാണ് സ്ഥാപിച്ചിട്ടുള്ളത്? ഇന്ത്യയുടെ ആദ്യത്തെ സൈബർ ഫോറൻസിക് ലാബോറട്ടറി എവിടെയാണ് സ്ഥാപിച്ചിട്ടുള്ളത്? ഓപ്ഷൻ എ ത്രിപുര. ത്രിപുരയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ സൈബർ ഫോറൻസിക് ലാബോറട്ടറി സ്ഥാപിച്ചിട്ടുള്ളത്. സൂപ്പർസോണിക് വിമാനങ്ങളുടെ നിർമ്മിതിക്ക് ഉപയോഗിക്കുന്ന ലോഹം. സൂപ്പർസോണിക് വിമാനങ്ങളുടെ നിർമ്മിതിക്ക് ഉപയോഗിക്കുന്ന ലോഹം. ഓപ്ഷൻ ബി ടൈറ്റാനിയം. ടൈറ്റാനിയമാണ് സൂപ്പർസോണിക് വിമാനങ്ങളുടെ നിർമ്മിതിക്ക് ഉപയോഗിക്കുന്ന ലോഹം. വിദ്യാഭ്യാസം മൗലികാവകാശമായി മാറിയത് ഏത് ഭരണഘടനാ ഭേദഗതി അനുസരിച്ചാണ്? വിദ്യാഭ്യാസം മൗലികാവകാശമായി മാറിയത് ഏത് ഭരണഘടനാ ഭേദഗതി അനുസരിച്ചാണ്? ഓപ്ഷൻ സി 86-ാം ഭേദഗതി. 86-ാം ഭരണഘടനാ ഭേദഗതി അനുസരിച്ചാണ് വിദ്യാഭ്യാസം മൗലികാവകാശമായി മാറിയത്. ടെസ്റ്റ് ക്രിക്കറ്റിൽ സെഞ്ചുറി നേടിയ ആദ്യ ഇന്ത്യക്കാരൻ ആര്? ടെസ്റ്റ് ക്രിക്കറ്റിൽ സെഞ്ചുറി നേടിയ ആദ്യ ഇന്ത്യക്കാരൻ ആരാണ്? ഓപ്ഷൻ എ ലാല അമർനാഥ്. ലാല അമർനാഥാണ് ടെസ്റ്റ് ക്രിക്കറ്റിൽ സെഞ്ചുറി നേടിയ ആദ്യ ഇന്ത്യക്കാരൻ. ആധുനിക കേരളത്തിൻ്റെ പ്രധാന നേതാവെന്ന് അയ്യങ്കാളിയെ വിശേഷിപ്പിച്ചതാര്? ആധുനിക കേരളത്തിൻ്റെ പ്രധാന നേതാവെന്ന് അയ്യങ്കാളിയെ വിശേഷിപ്പിച്ചത് ആരാണ്? ഓപ്ഷൻ ഡി പി സനൽമോഹൻ. പി സനൽമോഹനാണ് ആധുനിക കേരളത്തിൻ്റെ പ്രധാന നേതാവെന്ന് അയ്യങ്കാളിയെ വിശേഷിപ്പിച്ചത്. വനങ്ങളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് 1983 കർണാടകത്തിൽ ആരംഭിച്ച പ്രസ്ഥാനം. വനങ്ങളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് 1983 കർണാടകത്തിൽ ആരംഭിച്ച പ്രസ്ഥാനം. ഓപ്ഷൻ എ അപ്പിക്കോ പ്രസ്ഥാനം. അപ്പിക്കോ പ്രസ്ഥാനമാണ് വനങ്ങളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് 1983 കർണാടകത്തിൽ ആരംഭിച്ച പ്രസ്ഥാനം. കേരള ഫോക്ലോർ അക്കാദമിയുടെ ആസ്ഥാനം എവിടെയാണ്? കേരള ഫോക്ലോർ അക്കാദമിയുടെ ആസ്ഥാനം എവിടെയാണ്? ഓപ്ഷൻ ഡി കണ്ണൂർ. കണ്ണൂരിലാണ് കേരള ഫോക്ലോർ അക്കാദമിയുടെ ആസ്ഥാനം. ലോകബാങ്കും അന്താരാഷ്ട്ര നാണയനിധിയും നിലവിൽ വന്നത് ഏത് സമ്മേളന തീരുമാനപ്രകാരമാണ്? ലോകബാങ്കും അന്താരാഷ്ട്ര നാണയനിധിയും നിലവിൽ വന്നത്
ഏത് സമ്മേളന തീരുമാനപ്രകാരമാണ്? ഓപ്ഷൻ സി ബ്രെട്ടൻ വുഡ്സ്. ലോകബാങ്കും അന്താരാഷ്ട്ര നാണയനിധിയും നിലവിൽ വന്നത് ബ്രെട്ടൻ വുഡ്സ് സമ്മേളന തീരുമാനപ്രകാരമാണ്. അർബുദ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന വികിരണം ഏത്? അർബുദ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന വികിരണം ഏതാണ്? ഓപ്ഷൻ സി ഗാമ കിരണം. അർബുദ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന വികിരണം ഗാമ കിരണം. ഗാന്ധിജി നേതൃത്വം കൊടുത്ത ഖേഡ കർഷക സമരം നടന്ന വർഷം? ഗാന്ധിജി നേതൃത്വം കൊടുത്ത ഖേഡ കർഷക സമരം നടന്ന വർഷം? ഓപ്ഷൻ ബി 1918. 1918 ഗാന്ധിജി നേതൃത്വം കൊടുത്ത ഖേഡ കർഷക സമരം നടന്നത്. ഇന്ത്യയുടെ ആദ്യത്തെ ആക്ടിംഗ് പ്രസിഡന്റ് ആര്? ഇന്ത്യയുടെ ആദ്യത്തെ ആക്ടിംഗ് പ്രസിഡന്റ് ആര്? ഓപ്ഷൻ എ വി വി ഗിരി. വി വി ഗിരിയാണ് ഇന്ത്യയുടെ ആദ്യത്തെ ആക്ടിംഗ് പ്രസിഡന്റ്. പ്രധാനമായും ഏത് ഭാഷയിലുള്ളൊരു സാഹിത്യരൂപമാണ് വചന സാഹിത്യം? പ്രധാനമായും ഏത് ഭാഷയിലെ ഒരു സാഹിത്യരൂപമാണ് വചന സാഹിത്യം? ഓപ്ഷൻ ബി കന്നഡ. കന്നഡ ഭാഷയിലെ ഒരു സാഹിത്യരൂപമാണ് വചന സാഹിത്യം. ഡെക്കാൻ പീഠഭൂമിയുടെ ഭാഗമായ കേരളത്തിലെ പ്രദേശം ഏത്? ഡെക്കാൻ പീഠഭൂമിയുടെ ഭാഗമായ കേരളത്തിലെ പ്രദേശം ഏത്? ഓപ്ഷൻ സി വയനാട്. വയനാടാണ് ഡെക്കാൻ പീഠഭൂമിയുടെ ഭാഗമായ കേരളത്തിലെ പ്രദേശം. ഉമിനീർ ഏത് ഭക്ഷ്യഘടകത്തിന്മേലാണ് പ്രവർത്തിക്കുന്നത്? ഉമിനീർ ഏത് ഭക്ഷ്യഘടകത്തിന്മേലാണ് പ്രവർത്തിക്കുന്നത്? ഓപ്ഷൻ ഡി അന്നജം. ഉമിനീർ പ്രവർത്തിക്കുന്നത് അന്നജത്തിന്മേലാണ്. ഇന്ത്യൻ ചീഫ് ജസ്റ്റിസിനെ നിയമിക്കുന്നത് ആര്? ഇന്ത്യൻ ചീഫ് ജസ്റ്റിസിനെ നിയമിക്കുന്നത് ആര്? ഓപ്ഷൻ എ ഇന്ത്യൻ പ്രസിഡന്റ്. ഇന്ത്യൻ പ്രസിഡന്റാണ് ഇന്ത്യൻ ചീഫ് ജസ്റ്റിസിനെ നിയമിക്കുന്നത്. ഫ്ലൈയിങ് സിഖ് എന്ന അപരനാമത്തിൽ അറിയപ്പെട്ടിരുന്ന ഇന്ത്യൻ കായിക താരമാര്? ഫ്ലൈയിങ് സിഖ് എന്ന അപരനാമത്തിൽ അറിയപ്പെട്ടിരുന്ന ഇന്ത്യൻ കായിക താരം ആര്? ഓപ്ഷൻ എ മിൽഖ സിംഗ്. മിൽഖ സിംഗ് ആണ് ഫ്ലൈയിങ് സിഖ് എന്ന അപരനാമത്തിൽ അറിയപ്പെട്ടിരുന്ന ഇന്ത്യൻ കായിക താരം. സാധാരണ ഊഷ്മാവിൽ ദ്രാവകാവസ്ഥയിലുള്ള മൂലകമേത്? സാധാരണ ഊഷ്മാവിൽ ദ്രാവകാവസ്ഥയിലുള്ള മൂലകം ഏതാണ്? ഓപ്ഷൻ ബി ബ്രോമിൻ. ബ്രോമിനാണ് സാധാരണ ഊഷ്മാവിൽ ദ്രാവകാവസ്ഥയിലുള്ള മൂലകം. മഴനിഴൽ പ്രദേശം എന്നറിയപ്പെടുന്ന ഭൂവിഭാഗം ഏതാണ്? മഴനിഴൽ പ്രദേശം എന്നറിയപ്പെടുന്ന ഭൂവിഭാഗം ഏതാണ്? ഓപ്ഷൻ എ പശ്ചിമഘട്ടങ്ങളുടെ കിഴക്കുവശം. പശ്ചിമഘട്ടങ്ങളുടെ കിഴക്കുവശമാണ് മഴനിഴൽ പ്രദേശം എന്നറിയപ്പെടുന്ന ഭൂവിഭാഗം. ആദ്യ ഇന്ത്യൻ ദേശീയ പതാകയിലെ 8 താമരകൾ എന്തിനെയാണ് സൂചിപ്പിച്ചത്? ആദ്യ ഇന്ത്യൻ ദേശീയ പതാകയിലെ 8 താമരകൾ എന്തിനെയാണ് സൂചിപ്പിച്ചത്? ഓപ്ഷൻ ഡി ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രവിശ്യകൾ. ആദ്യ ഇന്ത്യൻ ദേശീയ പതാകയിലെ 8 താമരകൾ ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രവിശ്യകളെയാണ് സൂചിപ്പിച്ചത്. പ്രത്യുൽപാദന വ്യവസ്ഥയുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട ജീവകം. പ്രത്യുൽപാദന വ്യവസ്ഥയുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട ജീവകം. ഓപ്ഷൻ ഡി ജീവകം ഇ. ജീവകം ഇ ആണ് പ്രത്യുൽപാദന വ്യവസ്ഥയുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട ജീവകം. ഇന്ത്യയിലെ ഏറ്റവും വലിയ ബയോസ്ഫിയർ റിസർവ് ഏത്? ഇന്ത്യയിലെ ഏറ്റവും വലിയ ബയോസ്ഫിയർ റിസർവ് ഏത്? ഓപ്ഷൻ ഡി റാൻ ഓഫ് കച്ച്. റാൻ ഓഫ് കച്ച് ആണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ബയോസ്ഫിയർ റിസർവ്. കേരളത്തിൽ ആദ്യത്തെ സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനമായി പരിഗണിക്കുന്ന പ്രസ്ഥാനമേത്? കേരളത്തിൽ ആദ്യത്തെ സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനമായി പരിഗണിക്കുന്ന പ്രസ്ഥാനം ഏത്?
ഓപ്ഷൻ ഡി സമത്വ സമാജം. സമത്വ സമാജമാണ് കേരളത്തിലെ ആദ്യത്തെ സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനമായി പരിഗണിക്കുന്ന പ്രസ്ഥാനം. ഏത് ജില്ലയിലെ തനതായ കലാരൂപമാണ് പൊറാട്ട് നാടകം? ഏത് ജില്ലയിലെ തനതായ കലാരൂപമാണ് പൊറാട്ട് നാടകം? ഓപ്ഷൻ ഡി പാലക്കാട്. പാലക്കാട് ജില്ലയിലെ തനതായ കലാരൂപമാണ് പൊറാട്ട് നാടകം. ഏത് നാട്ടുരാജ്യത്തെ ഇന്ത്യയുടെ ഭാഗമാക്കാൻ നടത്തിയ സൈനിക നീക്കമായിരുന്നു ഓപ്പറേഷൻ പോളോ? ഏത് നാട്ടുരാജ്യത്തെ ഇന്ത്യയുടെ ഭാഗമാക്കാൻ നടത്തിയ സൈനിക നീക്കമായിരുന്നു ഓപ്പറേഷൻ പോളോ? ഓപ്ഷൻ സി ഹൈദരാബാദ്. ഹൈദരാബാദ് നാട്ടുരാജ്യത്തെ ഇന്ത്യയുടെ ഭാഗമാക്കാൻ നടത്തിയ സൈനിക നീക്കമായിരുന്നു ഓപ്പറേഷൻ പോളോ. താപത്തിന്റെ അളവ് നിർണ്ണയിക്കുന്നതിന് ഉപയോഗിക്കുന്ന ഉപകരണം. താപത്തിന്റെ അളവ് നിർണ്ണയിക്കുന്നതിന് ഉപയോഗിക്കുന്ന ഉപകരണം. ഓപ്ഷൻ ബി കലോറിമീറ്റർ. കലോറിമീറ്റർ ആണ് താപത്തിന്റെ അളവ് നിർണ്ണയിക്കുന്നതിന് ഉപയോഗിക്കുന്ന ഉപകരണം. ഖാസി ഖാരോ കുന്നുകൾ ഏത് സംസ്ഥാനത്താണ്? ഖാസി ഖാരോ കുന്നുകൾ ഏത് സംസ്ഥാനത്താണ്? ഓപ്ഷൻ സി മേഘാലയ. ഖാസി ഖാരോ കുന്നുകൾ മേഘാലയയിലാണ്. കാർഷിക ആദായ നികുതി ഏർപ്പെടുത്തിയ ആദ്യത്തെ ഇന്ത്യൻ സംസ്ഥാനം. കാർഷിക ആദായ നികുതി ഏർപ്പെടുത്തിയ ആദ്യത്തെ ഇന്ത്യൻ സംസ്ഥാനം. ഓപ്ഷൻ എ പഞ്ചാബ്. കാർഷിക ആദായ നികുതി ഏർപ്പെടുത്തിയ ആദ്യത്തെ ഇന്ത്യൻ സംസ്ഥാനമാണ് പഞ്ചാബ്. വാട്ടർ സ്കോട്ട് ഓഫ് കേരള എന്നറിയപ്പെടുന്നത് ആര്? വാട്ടർ സ്കോട്ട് ഓഫ് കേരള എന്നറിയപ്പെടുന്നത് ആര്? ഓപ്ഷൻ എ സി വി രാമൻപിള്ള. സി വി രാമൻപിള്ളയാണ് വാട്ടർ സ്കോട്ട് ഓഫ് കേരള എന്നറിയപ്പെടുന്നത്. സ്റ്റീൽ എന്ന ലോഹസങ്കരത്തിൽ അടങ്ങിയിരിക്കുന്നത്. സ്റ്റീൽ എന്ന ലോഹസങ്കരത്തിൽ അടങ്ങിയിരിക്കുന്നത്. ഓപ്ഷൻ ബി ഇരുമ്പ് കാർബൺ. ഇരുമ്പും കാർബണുമാണ് സ്റ്റീൽ എന്ന ലോഹസങ്കരത്തിൽ അടങ്ങിയിരിക്കുന്നത്. കേരളത്തിൽ ഭൂപരിഷ്കരണ ബിൽ അവതരിപ്പിച്ച മന്ത്രി. കേരളത്തിൽ ഭൂപരിഷ്കരണ ബിൽ അവതരിപ്പിച്ച മന്ത്രി. ഓപ്ഷൻ ഡി കെ ആർ ഗൗരിയമ്മ. കെ ആർ ഗൗരിയമ്മയാണ് കേരളത്തിൽ ഭൂപരിഷ്കരണ ബിൽ അവതരിപ്പിച്ച മന്ത്രി. ചുവടെ തന്നിരിക്കുന്നതിൽ കേരള പോസ്റ്റൽ ആൻഡ് ടെലിഗ്രാഫ് സർക്കിൾ സ്ഥാപിതമായ വർഷം. കേരള പോസ്റ്റൽ ആൻഡ് ടെലിഗ്രാഫ് സർക്കിൾ സ്ഥാപിതമായ വർഷം. ഓപ്ഷൻ എ 1961. 1961 കേരള പോസ്റ്റൽ ആൻഡ് ടെലിഗ്രാഫ് സർക്കിൾ സ്ഥാപിതമായത്. വിളക്കുതിരിയിൽ എണ്ണ മുകളിലേക്ക് ഉയരാൻ കാരണമെന്ത്? വിളക്കുതിരിയിൽ എണ്ണ മുകളിലേക്ക് ഉയരാൻ കാരണം. ഓപ്ഷൻ ഡി കേശികത്വം. കേശികത്വം മൂലമാണ് വിളക്കുതിരിയിൽ എണ്ണ മുകളിലേക്ക് ഉയരാൻ കാരണമാകുന്നത്. ടൈം മെഷീൻ എന്ന ശാസ്ത്രകൃതിയുടെ കർത്താവ്. ടൈം മെഷീൻ എന്ന ശാസ്ത്രകൃതിയുടെ കർത്താവ്. ഓപ്ഷൻ ഡി എച്ച് ജി വെൽസ്. എച്ച് ജി വെൽസ് ആണ് ടൈം മെഷീൻ എന്ന ശാസ്ത്രകൃതിയുടെ കർത്താവ്. താഴെ തന്നിരിക്കുന്നതിൽ എവിടെയാണ് കേരളത്തിലെ ഏലം ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്? കേരളത്തിലെ ഏലം ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഓപ്ഷൻ ഡി പാമ്പാടുംപാറ. പാമ്പാടുംപാറയിലാണ് കേരളത്തിലെ ഏലം ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഉന്നത വിദ്യാഭ്യാസ ലഭ്യത ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തോടെ നടപ്പിലാക്കുന്ന പദ്ധതി ഏത്? താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഉന്നത വിദ്യാഭ്യാസ ലഭ്യത ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തോടെ നടപ്പിലാക്കുന്ന പദ്ധതി ഏത്? ഓപ്ഷൻ സി രാഷ്ട്രീയ ഉച്ചതർ ശിക്ഷാ അഭിയാൻ. രാഷ്ട്രീയ ഉച്ചതർ ശിക്ഷാ അഭിയാനാണ് ഉന്നത വിദ്യാഭ്യാസ ലഭ്യത ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തോടെ നടപ്പിലാക്കുന്ന പദ്ധതി. കേരളത്തിലെ ജില്ലകളുമായി ബന്ധപ്പെട്ട വിശേഷണങ്ങളിൽ ശരിയായത് ഏതെല്ലാം? തെയ്യങ്ങളുടെ നാട് കണ്ണൂർ, കിഴക്കിൻ്റെ വെനീസ് ആലപ്പുഴ, അക്ഷരനഗരം കോട്ടയം, സാംസ്കാരിക തലസ്ഥാനം തിരുവനന്തപുരം.
കേരളത്തിലെ ജില്ലകളുമായി ബന്ധപ്പെട്ട വിശേഷണങ്ങളിൽ ശരിയായത് ഏതെല്ലാം? ഓപ്ഷൻ എ 1, 2, 3 എന്നിവ. തേങ്ങകളുടെ നാട് കണ്ണൂർ, കിഴക്കിൻ്റെ വെനീസ് ആലപ്പുഴ, അക്ഷരനഗരം കോട്ടയം. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ അവസാനത്തെ ബഹുജന മുന്നേറ്റം ഏതാണ്? ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ അവസാനത്തെ ബഹുജന മുന്നേറ്റം ഏതാണ്? ഓപ്ഷൻ എ ക്വിറ്റ് ഇന്ത്യ സമരം. ക്വിറ്റ് ഇന്ത്യ സമരമാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ അവസാനത്തെ ബഹുജന മുന്നേറ്റം. മൺസൂണിന്റെ കവാടം എന്നറിയപ്പെടുന്ന ഇന്ത്യയിലെ സംസ്ഥാനം ഏതാണ്? മൺസൂണിന്റെ കവാടം എന്നറിയപ്പെടുന്ന ഇന്ത്യയിലെ സംസ്ഥാനം ഏതാണ്? ഓപ്ഷൻ സി കേരളം. കേരളമാണ് മൺസൂണിന്റെ കവാടം എന്നറിയപ്പെടുന്ന ഇന്ത്യയിലെ സംസ്ഥാനം. ചുവടെ തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാമെന്ന് കണ്ടെത്തുക. മനുഷ്യ ശരീരത്തിൽ ആഹാരത്തിൻ്റെ ദഹനത്തിന് സഹായിക്കുന്നത് ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ്. ഹൈഡ്രോക്ലോറിക് ആസിഡ് മ്യൂറിയാറ്റിക് ആസിഡ് എന്നും അറിയപ്പെടുന്നു. ഓയിൽ ഓഫ് വിട്രിയോൾ എന്നറിയപ്പെടുന്നത് സൾഫ്യൂരിക് ആസിഡ് ആണ്. കാർ ബാറ്ററികളിൽ ഉപയോഗിക്കുന്നത് സൾഫ്യൂരിക് ആസിഡ് ആണ്. ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാമാണെന്ന് കണ്ടെത്തുക. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. തന്നിരിക്കുന്ന 4 പ്രസ്താവനകളും തന്നെ ശരിയായ പ്രസ്താവനകളാണ്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയെക്കുറിച്ച് അന്വേഷിച്ച കമ്മീഷൻ ഏതാണ്? ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയെക്കുറിച്ച് അന്വേഷിച്ച കമ്മീഷൻ ഏതാണ്? ഓപ്ഷൻ സി ഹണ്ടർ കമ്മീഷൻ. ഹണ്ടർ കമ്മീഷനാണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയെക്കുറിച്ച് അന്വേഷിച്ച കമ്മീഷൻ. ഇന്ത്യയിലെ ആദ്യ ഒറ്റത്തവണ പ്ലാസ്റ്റിക് രഹിതമായി പ്രഖ്യാപിച്ച വിമാനത്താവളം ഏതാണ്? ഇന്ത്യയിലെ ആദ്യ ഒറ്റത്തവണ പ്ലാസ്റ്റിക് രഹിതമായി പ്രഖ്യാപിച്ച വിമാനത്താവളം ഏതാണ്? ഓപ്ഷൻ ഡി ഇന്ദിരാഗാന്ധി വിമാനത്താവളം, ന്യൂഡൽഹി. ഇന്ദിരാഗാന്ധി വിമാനത്താവളം ന്യൂഡൽഹിയാണ് ഇന്ത്യയിലെ ആദ്യ ഒറ്റത്തവണ പ്ലാസ്റ്റിക് രഹിതമായി പ്രഖ്യാപിച്ച വിമാനത്താവളം. ചുവടെ പറയുന്ന കേരളത്തിലെ പ്രധാന പക്ഷി സങ്കേതങ്ങൾ, അവ സ്ഥിതി ചെയ്യുന്ന ജില്ലകൾ എന്നിവയിൽ ശരിയായത് ഏതെല്ലാം? കുമരകം പക്ഷി സങ്കേതം കോട്ടയം, അരിപ്പ പക്ഷി സങ്കേതം തിരുവനന്തപുരം, മംഗളവനം പക്ഷി സങ്കേതം എറണാകുളം, ചുലന്നൂർ പക്ഷി സങ്കേതം പാലക്കാട്. ശരിയായത് ഏതെല്ലാം? ഓപ്ഷൻ സി ആണ് ഉത്തരം. 1, 2, 3, 4 എന്നിവ. തന്നിരിക്കുന്ന എല്ലാം തന്നെ ശരിയായവയാണ്. ഇന്ത്യയിലെ റബ്ബർ കൃഷിയുടെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണ്? ഇന്ത്യയിലെ റബ്ബർ കൃഷിയുടെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണ്? ഓപ്ഷൻ സി ജോൺ ജോസഫ് മർഫി. ജോൺ ജോസഫ് മർഫിയാണ് ഇന്ത്യയിലെ റബ്ബർ കൃഷിയുടെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തി. കൊച്ചിൻ ചൈന താഴെ തന്നിരിക്കുന്ന ഏത് വിളയുടെ ഇനമാണ്? കൊച്ചിൻ ചൈന താഴെ തന്നിരിക്കുന്ന ഏത് വിളയുടെ ഇനമാണ്? ഓപ്ഷൻ ബി തെങ്ങ്. കൊച്ചിൻ ചൈന തെങ്ങിൻ്റെ ഒരു ഇനമാണ്. ഇത്രയുമാണ് ചോദ്യങ്ങൾ. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.